PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 10 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. വലുപ്പത്തിൽ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ എത്രാമത്തെ സ്ഥാനമാണ് യൂറോപ്പിന്? 6ാം സ്ഥാനം. വലിപ്പത്തിൽ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ എത്രാമത്തെ സ്ഥാനമാണ് യൂറോപ്പിന്? 6ാം സ്ഥാനം. യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ വിസ്തീർണം എത്ര? ഏകദേശം 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ. യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ വിസ്തീർണം എത്ര? ഏകദേശം 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ. ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് യൂറോപ്പ്? 7% കേട്ടോ. ലോക വിസ്തൃതിയുടെ തന്നെ എത്ര ശതമാനമാണ് യൂറോപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 7% കേട്ടോ. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഏത് പേരിൽ വിളിക്കുന്നു? യുറേഷ്യ. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഏത് പേരിൽ വിളിക്കുന്നു? യുറേഷ്യ. യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളേവ? യഥാക്രമം ആർട്ടിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ. യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളേവ? യഥാക്രമം ആർട്ടിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ കേട്ടോ. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏത്? മെഡിറ്ററേനിയൻ കടൽ. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്തുള്ള കടലേത്? മെഡിറ്ററേനിയൻ കടൽ. യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിര, കരിങ്കടൽ, കാസ്പിയൻ കടൽ എന്നിവ ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് യൂറോപ്പിനെ വേർതിരിക്കുന്നത്? ഏഷ്യയിൽ നിന്നിട്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും എന്നിവ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ് യൂറോപ്പിനെ വേർതിരിക്കുന്നത് കേട്ടോ. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏത്? റഷ്യ. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏത്? റഷ്യ. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്? 25% കേട്ടോ. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്? 25%. റഷ്യയുടെ ഏതാണ്ട് 3/4 ഭാഗവും ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. റഷ്യയുടെ ഏതാണ്ട് 3/4 ഭാഗവും ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ. യുറാൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശം ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു? യൂറോപ്പ്. യുറാൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശം ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു? യൂറോപ്പ്. റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് ഏത് ഭാഗത്താണ്? യൂറോപ്യൻ റഷ്യയിൽ. റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് ഏത് ഭാഗത്താണ്? യൂറോപ്യൻ റഷ്യയിൽ. യൂറോപ്യൻ റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളേവ? മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. യൂറോപ്യൻ റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളേവ? മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. വലുപ്പത്തിൽ 2, 3, 4, 5 സ്ഥാനങ്ങളിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളേവ? യഥാക്രമം യുക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവ. വലുപ്പത്തിൽ 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളേവ? യഥാക്രമം ഏതൊക്കെയാണ്? യുക്രൈൻ 2, 3-ാമത്തത് ഫ്രാൻസ്, 4-ാം സ്ഥാനം സ്പെയിൻ, 5-ാം സ്ഥാനം സ്വീഡൻ കേട്ടോ. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന പീഠഭൂമി ഏത്? സ്കാൻഡിനേവിയൻ പീഠഭൂമി കേട്ടോ. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന പീഠഭൂമി ഏത്? സ്കാൻഡിനേവിയൻ പീഠഭൂമി. കിഴക്ക് യുറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലങ്ങളേവ? ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. കിഴക്ക് യുറാൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സമതലങ്ങളേവ? ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ. നെക്സ്റ്റ് പോയിന്റ്, ഹിമാനി നിക്ഷേപങ്ങളുടെയും വോൾഗ, ഡോൺ, നെയ്പ്പർ നദികളുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായി രൂപം കൊണ്ട ഭൂപ്രദേശം ഏത്? ഉത്തര യൂറോപ്യൻ സമതലം. ഹിമാനി നിക്ഷേപങ്ങളുടെയും വോൾഗ, ഡോൺ, നെയ്പ്പർ നദികളുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായി രൂപം കൊണ്ട ഭൂപ്രദേശം ഏത്? ഉത്തര യൂറോപ്യൻ സമതലം. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? വോൾക്ക കേട്ടോ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾക്കയാണ്. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേട്? സ്റ്റെപ്പീസ്. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേട് സ്റ്റെപ്പീസ്. പടിഞ്ഞാറ് അയർലാൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന യൂറോപ്യൻ ഭൂപ്രദേശം ഏത്? മധ്യ ഉന്നത തടങ്ങൾ. പടിഞ്ഞാറ് അയർലാൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന യൂറോപ്യൻ ഭൂപ്രദേശം ഏത്? മധ്യ ഉന്നത തടങ്ങൾ. യൂറോപ്പിലെ മധ്യ ഉന്നത തടകങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികളേവ? റൈന്, റോൺ.
യൂറോപ്പിലെ മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന നദികളേവ? റൈൻ, റോൺ. മധ്യ ഉന്നത തടത്തിലെ ഭൂരൂപങ്ങളായ റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി എന്നിവ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസ്. മധ്യ ഉന്നത തടത്തിലെ ഭൂരൂപങ്ങളായ റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി എന്നിവ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസ്. മധ്യ ഉന്നത തടത്തിലുള്ള ആർഡനീസ് പർവ്വതങ്ങൾ ഏത് രാജ്യത്താണ്? ബെൽജിയം കേട്ടോ. മധ്യ ഉന്നത തടത്തിലുള്ള ആർഡനീസ് പർവ്വതങ്ങൾ ഏത് രാജ്യത്താണ്? ബെൽജിയം. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർസ് പർവ്വതങ്ങൾ എന്നിവ ഏത് രാജ്യത്താണുള്ളത്? ജർമ്മനി. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർസ് പർവ്വതങ്ങൾ എന്നിവ ഏത് രാജ്യത്താണുള്ളത്? ജർമ്മനി. മധ്യ ഉന്നത തടത്തിലെ മസേറ്റ പീഠഭൂമി ഏത് രാജ്യത്താണ്? സ്പെയിൻ. മധ്യ ഉന്നത തടത്തിലെ മസേറ്റ പീഠഭൂമി ഏത് രാജ്യത്താണ്? സ്പെയിൻ. ഏത് രാജ്യത്താണ് ബൊഹീമിയൻ പീഠഭൂമി ഉള്ളത്? ചെക്ക് റിപ്പബ്ലിക്. ഏത് രാജ്യത്താണ് ബൊഹീമിയൻ പീഠഭൂമി ഉള്ളത്? ചെക്ക് റിപ്പബ്ലിക്. ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ശിലകൾ യൂറോപ്പിലെ ഏത് പർവ്വതനിരകളിൽ നിന്ന് കണ്ടെത്തിയതിനാലാണ് ഈ കാലഘട്ടത്തിന് ജുറാസിക് കാലഘട്ടം എന്ന് പേര് വന്നത്? ജൂറ പർവ്വതനിരകൾ. ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ശിലകൾ യൂറോപ്പിലെ ഏത് പർവ്വതനിരകളിൽ നിന്ന് കണ്ടെത്തിയതിനാലാണ് ഈ കാലഘട്ടത്തിന് ജുറാസിക് കാലഘട്ടം എന്ന് പേര് വന്നത്? ജൂറ പർവ്വതനിരകൾ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളായിരുന്ന ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഏത്? ജുറാസിക് കാലഘട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളായിരുന്ന ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഏത്? ജുറാസിക് കാലഘട്ടം. യൂറോപ്പിലെ മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ വടക്ക് പർവ്വതങ്ങളേവ? ആൽപൈൻ പർവ്വതങ്ങൾ. യൂറോപ്പിലെ മധ്യ ഉന്നത തടത്തിന് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ വടക്ക് പർവ്വതങ്ങളേവ? ആൽപൈൻ പർവ്വതങ്ങൾ. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിരകളേവ? ആൽപൈൻ പർവ്വതനിരകൾ. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിരകളേവ? ആൽപൈൻ പർവ്വതനിരകൾ. പ്രധാനപ്പെട്ട ആൽപൈൻ പർവ്വതനിരകൾ ഏതെല്ലാം? ആൽപ്സും കോക്കസസ്, കാർപ്പാത്യൻ. പ്രധാനപ്പെട്ട ആൽപൈൻ പർവ്വതനിരകൾ ഏതെല്ലാം? ആൽപ്സ്, കോക്കസസ്, കാർപ്പാത്യൻ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ്. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കറുടെ പ്രസിദ്ധ നോവലായ ഡ്രാക്കുളയുടെ പശ്ചാത്തലമായ പർവ്വതനിരകളേവ? ആൻസർ കാർപ്പാത്യൻ മലനിരകൾ. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കറുടെ പ്രസിദ്ധ നോവലായ ഡ്രാക്കുളയുടെ പശ്ചാത്തലമായ പർവ്വതനിരകളേവ? ആൻസർ കാർപ്പാത്യൻ മലനിരകൾ. യൂറോപ്പിൻ്റെ പൊതുവായ കാലാവസ്ഥ എന്ത്? മിതമായ വേനലും താരതമ്യേന കഠിനമായ ശൈത്യവും. യൂറോപ്പിൻ്റെ പൊതുവായ കാലാവസ്ഥ എന്ത്? മിതമായ വേനലും താരതമ്യേന കഠിനമായ ശൈത്യവും. ലോകത്തെ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏത്? യൂറോപ്പ് കേട്ടോ. ലോകത്തെ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ആർട്ടിക് ടണ്ട്ര കാലാവസ്ഥ. യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ആർട്ടിക് ടണ്ട്ര കാലാവസ്ഥ. തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളാണ്? ആർട്ടിക് കാലാവസ്ഥ. തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവും ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളാണ്? ആർട്ടിക് കാലാവസ്ഥ. ശൈത്യകാലത്ത് 5 മുതൽ 6 വരെ മാസം സൂര്യപ്രകാശമില്ലാത്ത സാഹചര്യമുള്ള യൂറോപ്യൻ പ്രദേശം ഏത്? ആർട്ടിക് പ്രദേശം. ശൈത്യകാലത്ത് 5 മുതൽ 6 വരെ മാസം സൂര്യപ്രകാശമില്ലാത്ത സാഹചര്യമുള്ള യൂറോപ്യൻ പ്രദേശം ഏത്? ആർട്ടിക് പ്രദേശം. നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞുരൂപത്തിലുള്ള വർഷവുമുള്ള സസ്യങ്ങളുടെ വളർച്ച തടയുന്നതിനാൽ ശൈത്യത്തെ പ്രതിരോധിക്കുന്ന കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും മാത്രം വളരുന്ന യൂറോപ്യൻ പ്രദേശം ഏത്? ആർട്ടിക് പ്രദേശം. നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞുരൂപത്തിലുള്ള വർഷവുമുള്ള സസ്യങ്ങളുടെ വളർച്ച തടയുന്നതിനാൽ ശൈത്യത്തെ പ്രതിരോധിക്കുന്ന കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും മാത്രം വളരുന്ന യൂറോപ്യൻ പ്രദേശം ഏത്? ആർട്ടിക് പ്രദേശം. തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗങ്ങളെ മാത്രം കാണുന്ന യൂറോപ്യൻ മേഖല ഏത്? ആർട്ടിക് പ്രദേശം. തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗങ്ങളെ മാത്രം കാണുന്ന യൂറോപ്യൻ മേഖല ഏത്? ആർട്ടിക് പ്രദേശം. ആർട്ടിക് പ്രദേശത്ത് പ്രധാനമായും കണ്ടുവരുന്ന മൃഗങ്ങളേവ? ചെന്നായ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയൽ. ആർട്ടിക് പ്രദേശത്ത് പ്രധാനമായും കണ്ടുവരുന്ന മൃഗങ്ങളേവ? ചെന്നായ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയൽ. ടണ്ട്ര പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ടൈഗെ കാലാവസ്ഥ.
ടെൻഡ പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ടൈഡ്കെ കാലാവസ്ഥ. ഇളം ചൂടുള്ള ഹ്രസ്വമായ വേനൽക്കാലവും കഠിനമായ ശൈത്യവും താപനില വർഷത്തിൽ 5 മുതൽ 7 മാസം വരെ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി ഇരിക്കുന്നതുമായ യൂറോപ്യൻ മേഖല ഏത്? ടൈഗെ. എന്താണ് പ്രത്യേകത? ഇളം ചൂടുള്ള ഹ്രസ്വമായ വേനൽക്കാലവും കഠിനമായ ശൈത്യവും താപനില വർഷത്തിൽ 5 മുതൽ 7 വരെ മാസം 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി ഇരിക്കുന്നതുമായ യൂറോപ്യൻ മേഖല ഏത്? ടൈഗെ. പൈൻ, ദേവദാരു എന്നിവ നിറഞ്ഞ സ്തൂപികാഗ്ര നിത്യഹരിത വനങ്ങൾ ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ്? ടൈഗെ. പൈൻ, ദേവദാരു എന്നിവ നിറഞ്ഞ സ്തൂപികാഗ്ര നിത്യഹരിത വനങ്ങൾ ഏത് കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതയാണ്? ടൈഗെ. ടൈഗെ പ്രദേശത്തെ പ്രധാന ജന്തുക്കളേവ? രോമം നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ. ടൈഗെ പ്രദേശത്തെ പ്രധാന ജന്തുക്കളേവ? രോമം നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ. കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്ന യൂറോപ്പിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ കാലാവസ്ഥ ഏത്? കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്ന യൂറോപ്പിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ കാലാവസ്ഥ ഏത്? കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. സ്റ്റെപ്പീസ് പുൽമേടുകളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. സ്റ്റെപ്പീസ് പുൽമേടുകളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ കേട്ടോ. അപ്പോൾ സ്റ്റെപ്പീസ് പുൽമേടുകൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ. വിരളമായ മഴയും കടുത്ത ചൂടും കാരണം വൻമരങ്ങൾ വളരാത്ത യൂറോപ്യൻ പ്രദേശം ഏത്? കിഴക്കൻ യൂറോപ്പ്. വിരളമായ മഴയും കടുത്ത ചൂടും കാരണം വൻമരങ്ങൾ വളരാത്ത യൂറോപ്യൻ പ്രദേശം ഏത്? കിഴക്കൻ യൂറോപ്പ്. കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങളേവ? കൃഷ്ണമൃഗം, ചെന്നായ, കുതിര. കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങളേവ? കൃഷ്ണമൃഗം, ചെന്നായ, കുതിര. കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളേവ? റഷ്യ, യുക്രൈൻ, റൊമാനിയ, ഹംഗറി, ബൾഗേറിയ. കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളേവ? റഷ്യ, യുക്രൈൻ, റൊമാനിയ, ഹംഗറി, ബൾഗേറിയ. കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയും ഏത് യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകതകളാണ്? പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയും ഏത് യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകതകളാണ്? പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുള്ള ഇലപൊഴിയും മരങ്ങളുമായ ബീച്ച്, എൽം, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവ കൂടുതലായി കാണപ്പെടുന്ന യൂറോപ്യൻ കാലാവസ്ഥ മേഖല ഏത്? പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുള്ള ഇലപൊഴിയും മരങ്ങളുമായ ബീച്ച്, എൽം, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവ കൂടുതലായി കാണപ്പെടുന്ന യൂറോപ്യൻ കാലാവസ്ഥ മേഖല ഏത്? പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ഇവിടെ ബോക്സിൽ ഫിയോഡ്, എന്താണ് ഫിയോഡ് എന്നുള്ളത് നോക്കാം. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന താഴ്വരകളേവ? യു രൂപ താഴ്വരകൾ. ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന താഴ്വരകളേവ? യു രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളേവ? ഫിയോഡുകൾ. അപ്പോൾ ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ കേട്ടോ. ഫിയോഡുകൾക്ക് പ്രശസ്തമായ യൂറോപ്പിലെ പ്രദേശം ഏത്? സ്കാൻഡിനേവിയൻ തീരങ്ങൾ. ഫിയോഡുകൾക്ക് പ്രശസ്തമായ യൂറോപ്പിലെ പ്രദേശം ഏത്? സ്കാൻഡിനേവിയൻ തീരങ്ങൾ. സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിന് പേരു കേട്ടതാവാൻ കാരണമെന്ത്? ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നതിനാൽ മത്സ്യസമ്പന്നമാണ്. സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാവാൻ കാരണമെന്ത്? ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന ഫിയോഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നതിനാൽ മത്സ്യസമ്പന്നമാണ്. ചലിക്കുന്ന മഞ്ഞുപാളികൾ എങ്ങനെ അറിയപ്പെടുന്നു? ഹിമാനികൾ കേട്ടോ. ചലിക്കുന്ന മഞ്ഞുപാളികൾ എങ്ങനെ അറിയപ്പെടുന്നു? ഹിമാനികൾ. ഹിമാനികളുടെ ചലനത്തിൻ്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരികയും ചെയ്യുന്ന പ്രക്രിയ ഏത്? ഹിമാനീകരണം. ഹിമാനികളുടെ ചലനത്തിൻ്റെ ഫലമായിട്ട് വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരികയും ചെയ്യുന്ന പ്രക്രിയ ഏത്? ഹിമാനീകരണം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.